ഇവരുടെ കയ്യിൽ ചിലപ്പോൾ വെപ്പൺ കാണാം, തോക്ക് കാണാം, ചിലപ്പോൾ വെടിവെക്കാം, വെട്ടുകത്തി ഉണ്ടായിരിക്കാം. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ ഇവർ ചെയ്ത പോലീസിങ്ങിൻ്റെ ഒരു പരിണിത ഫലമാണ് നമ്മളിപ്പം നിലവിൽ ചന്ദന കേസുകൾ വളരെയധികം കുറവാണ്. മറയൂരിനെ പറ്റി പറഞ്ഞുകൊണ്ട് ചോദിക്കാണ്. മറയൂരിൽ ആ ഒരു ചന്ദനം ഇതൊക്കെ നമ്മളിങ്ങനെ കുറെ ഇൻസിഡൻസ് ഒക്കെ കേട്ടിട്ടുണ്ടല്ലോ. അതെ അതെ. അപ്പൊ ആ സമയത്തൊക്കെ അഖിൽ ചേട്ടൻ അവിടെ വർക്ക് ചെയ്യായിരുന്നോ? ഞാൻ മറയൂരിൽ വർക്ക് ചെയ്യുന്നത് 2 വർഷം മുന്നേ മറയൂരിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇടുക്കിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ഓഫീസേഴ്സും മസ്റ്റായിട്ട് അവിടെ വർക്ക് ചെയ്യണം എന്നാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു സംഭവം. കോടിക്കണക്കിന് രൂപയുടെ ഖജനാവാണ് തുറന്നിട്ടേക്കണത്. അപ്പൊ അത് പോകാണ്ട് രക്ഷിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തമാണ് മറയൂർ സെൻട്രൽ ഡിവിഷനിൽ ഡ്യൂട്ടി ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഉള്ളത്. ആ സമയത്ത് കാട്ടുപോത്ത് കാണും, കരടി കാണും, ചിലപ്പോൾ ഇതിലേങ്ങ് പോവും, ഒരു പുലി ചിലപ്പോൾ ഇതിലേങ്ങ് പോവും, നമ്മൾ അറിയത്ത് പോലും കണ്ടാകത്തില്ല. അപ്പൊ അത് കാട്ടിൽ കൂടെ നൈറ്റ് പോകുന്ന ആലോചിച്ച് നോക്കി, വൈബാണ്, പക്ഷെ എങ്കിലും അത് ഡ്യൂട്ടിയുടെ ഭാഗം തന്നെയാണ്. പക്ഷെ മുൻകാലഘട്ടങ്ങളിൽ ഈ പറയുന്ന പോലെ നമുക്ക് ഡ്യൂട്ടി ഭയങ്കര ടഫായിരുന്നു. ലൈക്ക് ഇവര് ഫീൽഡ് പോകുന്ന സമയങ്ങളിൽ ചന്ദനമരം ഉണ്ടെങ്കിൽ അവരവരെ പോകുന്നു, ചെക്ക് ചെയ്യുന്നു, അവിടെ വെട്ടിയിട്ടില്ലെന്ന് മനസ്സിലാക്കുന്നു, അടുത്ത സാൻഡലിന്റെ അങ്ങോട്ട് പോകുന്നു. ആ സമയത്ത് ചിലപ്പോൾ കിട്ടിയേക്കാം, പറയാൻ പറ്റത്തില്ല. അന്ന് സ്റ്റാഫിന്റെ സ്ട്രെങ്ത് കുറവുണ്ടായിരിക്കാം. അപ്പം ഇങ്ങനെ വരുന്ന ഇൻസിഡന്റ് ഉണ്ടാകുമ്പോഴത്തേക്കും വെട്ടിക്കൊണ്ട് പോകുന്ന സമയങ്ങളിൽ ഇവരുടെ പുറകെ നമ്മൾ അപ്പം തന്നെ ഓടുവാണ്. അപ്പോഴത്തേക്കും ഇവരുടെ കയ്യിൽ ചിലപ്പോൾ വെപ്പൺ കാണാം, തോക്ക് കാണാം, ചിലപ്പോൾ വെടിവെക്കാം, വെട്ടുകത്തി ഉണ്ടായിരിക്കാം. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ ഇവർ ചെയ്ത പോലീസിങ്ങിൻ്റെ ഒരു പരിണിത ഫലമാണ് നമ്മളിപ്പം നിലവിൽ ചന്ദന കേസുകൾ വളരെയധികം കുറവാണ്. അത് കാര്യം ഞാൻ അനുഭവിക്കുന്ന ഒരു സുരക്ഷിതത്വം, അതിന് കാരണക്കാർ മുന്നേ ഈ കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുള്ള എല്ലാ ഫോറസ്റ്റ് ഓഫീസേഴ്സുമാണ്.